അഹങ്കാരവും തന്നിഷ്ടവും ഈ ലോകത്തിൽ വരുത്തിവെക്കുന്ന വിനകൾ ഏറെയാണ്. ക്രിസ്തീയ ഗോളത്തിലും ഇങ്ങനെയുള്ളവരെ കാണുവാൻ കഴിയും. മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി മുന്നേറാൻ ചിലർ കാണിക്കുന്ന വ്യഗ്രത സമൂഹത്തിലേറെ ദോഷം ചെയ്തിട്ടുണ്ട്. ഏൽപ്പിക്കാത്ത കാര്യങ്ങൾ ചാടിക്കേറി ചെയ്ത് തൻ പ്രമാണത്വം കാണിക്കുന്നവരും ഈ ഗോളത്തിൽ കുറവല്ല. അത് തികച്ചും സാധാന്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യെശയ്യാപ്രവചനം 14-ാം അധ്യായം 12-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിനടിയിലേക്ക് തന്നെ വീഴും. ദൈവത്തോട് മത്സരിച്ച ഈ ദൂതനെ ദൈവം സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞായിട്ടാണ് നാം വിശുദ്ധ വേദവസ്തുവിൽ കൂടെ മനസ്സിലാക്കുന്നത്. അഹങ്കാരം അതിര് കടന്നാൽ അതൊരു മാനസിക രോഗമായി മാറും. സമ്പത്ത്, അധികാരം, ശരീര സൗന്ദര്യം, ശക്തി എന്നിവ മനുഷ്യ മനസ്സുകളെ മത്തുപിടിപ്പിക്കുക മാത്രമല്ല, അഹങ്കാരികളാക്കി തീർക്കുകയും ചെയ്യുന്നു. ചരിത്രത്തിൻ്റെ താളുകളിൽ ഞാനെന്ന പ്രതിഭാസം വരുത്തിവെച്ച വിനകൾ വളരെയാണ്. ആത്മീയരുടെ ഇടയിലും ഈ നാളുകൾ ഇത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. വേദപുസ്തകത്തിലെ ഹെരോദ രാജാവിനും ചരിത്ര പുസ്തകത്തിലെ നീറോ ചക്രവർത്തി, നെപ്പോളിയൻ ചക്രവർത്തി, ജർമ്മനിയുടെ ബിസ്മാർക്ക്, ഹിറ്റ്ലർ, ഇറ്റലിയുടെ മുസോളിനി, റഷ്യയുടെ സ്റ്റാലിൻ തുടങ്ങിയവരൊക്കെ ഈ സ്വഭാവത്തിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങിയവരാണ്. ഈ കൂട്ടർക്ക് നല്ലൊരു അന്ത്യം പോലും ലഭിച്ചതായിട്ട് കാണുന്നില്ല. വേദപുസ്തകത്തിലെ ഞാനെന്ന പ്രതിഭാസത്തിൻ്റെ ഒരു കഥ ശ്രദ്ധേയമാണ്. ഈ കഥാപുരുഷൻ ഇസ്രായേൽ രാജാവാണ്, അല്ലെങ്കിൽ ദാവീദായിരുന്നു. താൻ അജയ്യനാണെന്ന് ഒരിക്കൽ താൻ പ്രഖ്യാപിച്ചു. സങ്കീർത്തനം 30:6. ഞാൻ ഒരു കാലത്ത് ഉലുങ്ങിപ്പോവുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു എന്നാണ് ദാവീദ് പറഞ്ഞത്. ഉന്നതികളിൽ എത്തിക്കഴിഞ്ഞു എന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതിയാൽ നാം തെറ്റിപ്പോയി. ദൈവം സംരക്ഷണത്തിൻ്റെ കരം അല്പം പിൻവലിച്ചപ്പോൾ ഒരിക്കലും കുലുങ്ങാൻ സാധ്യതയില്ലാത്ത ദാവീദ് ഒന്ന് കുലുങ്ങി. അഹങ്കാരവും ധൈര്യമെല്ലാം താൻ ഉന്നതനായിരുന്നപ്പോൾ ഉണ്ടായ ചിന്തകൾ മാത്രമായിരുന്നുവെന്നും ഒരു ദുഃഖകാലം മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുമെന്നും പിന്നീട് ദാവീദ് മനസ്സിലാക്കി. എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു എന്ന് വിലപിക്കുന്നവനായി ദാവീദ് തീർന്നിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലെ വിവിധ അനുഭവങ്ങൾ അത് വ്യക്തമാക്കുന്നു. തെറ്റായ സുരക്ഷിത മനോഭാവം അപകടകരമാണെന്നും തന്നെത്താനുള്ള മതിപ്പും അഹങ്കാരവും നമ്മെ അനർത്ഥത്തിൽ കൊണ്ടെത്തിക്കുമെന്നും നാം മറന്നു പോകരുത്. നമ്മുടെ സുരക്ഷിതത്വവും അനുഗ്രഹവും കോട്ടം വരാതെ സൂക്ഷിക്കപ്പെടുന്നത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. പിതാക്കന്മാരുടെ ദൈവസ്നേഹം നാം തലമുറയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമുക്ക് അനുകൂലവും അനുഗ്രഹവുമായി തോന്നുമ്പോൾ നാം കുലുങ്ങിപ്പോവുകയില്ല എന്ന് പറയരുത്. അങ്ങനെ ചിന്തിക്കാൻ പോലും തുനിയരുത്. അഹങ്കാരികൾ വർദ്ധിക്കുമ്പോൾ വൈരാഗ്യം വർദ്ധിക്കുന്നു, അതിലുപരിയായി വെറുപ്പും വർദ്ധിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്: ഞാൻ എന്ന ഭാവം ചെറിയവരിലും വലിയവരിലും ഒരുപോലെ അപകടം വിതയ്ക്കുന്ന ഒരു വിത്താണ്. ഞാനെന്ന ചിന്തയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞ് ദാവീദ് താൻ കുലുങ്ങയില്ല എന്ന് വീമ്പിളക്കിയതിൽ നിന്നും പിന്മാറി താഴ്മയും വിനയവും മാത്രമാണ് ജീവിതത്തിൻ്റെ വിജയരഹസ്യമെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ, ജീവിക്കുവാൻ ഇടയായി. നമുക്ക് താഴ്മയോടെ ദൈവത്തിൽ ആശ്രയിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു.